പ്രൈം ടൈം ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായ റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻറ്റസ് മത്സരത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ റയൽ 1-0 ജയിച്ചു. അപ്പോൾ നമുക്ക് ഇന്നലെ റയലിൻ്റെ മത്സരം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഷാബിയുടെ ടാക്ടിക്സിനോടും ഷാബി അലോൺസോ എന്താണോ പറയുന്നത് അതിനോട് ഒത്തിണങ്ങി കളിക്കുന്ന പ്ലെയേഴ്സിനെയാണ് കണ്ടത്. അപ്പോൾ ഇന്നലെ ഹൊയ്സനൊന്നും ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇഞ്ചുറി ആയിരുന്നു, ഓൾറെഡി ഇഞ്ചുറി ആയതുകൊണ്ട് പുറത്താണ്. അപ്പം റൗൾ അസൻസിയോ സ്റ്റാർട്ട് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഫെഡെ വാൽവർദെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നു, പെർഫോം ചെയ്യുന്നു. ആൽവാരോ കാരാരസ് എപ്പോഴും പോലെ തന്നെ നന്നായിട്ട് കളിക്കുന്നു. അതുപോലെ തന്നെ ചോമേനി ഒരു പ്രൈമിലേക്ക് തിരിച്ചു വരുവാന്നു. നന്നായിട്ട് ചോമേനി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്താണോ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നു. അറ്റാക്കിംഗ് വൈസ് ബോൾ കൊടുക്കുന്നു, ബോക്സിലേക്ക് റൺ എടുക്കുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് ഡീപ്പായിട്ട് നിന്ന് ഡിഫെൻസ് ചെയ്യുന്നു. എല്ലാം ചോമേനി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇഞ്ചുറി ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് റയലിനെ സംബന്ധിച്ചോളം. അപ്പോൾ ഇന്നലത്തെ വിന്നിംഗ് ഗോൾ അടിച്ചത് ജൂഡ് ബെല്ലിംഗ്ഹാമാണ്, 1-0. അപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു സ്റ്റാറ്റുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം വന്നതിന് ശേഷം റയൽ ജേഴ്സിയിൽ 7ാമത്തെ വിന്നിംഗ് ഗോളാണ്. വിന്നിംഗ് ഗോൾ അടിക്കുന്ന ഒരു എന്താ പറയുക, പുള്ളി അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഇന്നലെയും വിന്നിംഗ് ഗോളാണ്. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ബാഴ്സലോണയ്ക്കെതിരെയും സെൽറ്റാവിഗയ്ക്കെതിരെയൊക്കെ അവസാനത്തെ മിനിറ്റിൽ അടിക്കുന്നത്. പുള്ളി ഒരു വിന്നിംഗ് ഗോൾ സ്പെഷ്യലിസ്റ്റാണ്. അത് ബോക്സിൽ പുള്ളിക്ക് അറിയാം. ഒരു സ്ട്രൈക്കർ മെറ്റീരിയൽ പോലെയാണ് പുള്ളി ബോക്സിൽ. പുള്ളിക്കറിയാം ബോൾ എവിടെ വരും, ക്രോസ് ബാറിൽ ഇടിച്ചാൽ എവിടെ വരും, സൈഡ് ബാറിൽ ഇടിച്ചാൽ എവിടെ വരും. അത് ഇന്നലെ നമുക്കത് കാണാം. ആ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ, ആ ഗോളിൻ്റെ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രൈക്കർ ഗോളാണ്. അതൊരു ലോകോത്തര സ്ട്രൈക്കർ അടിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് ഇന്നലെ ബെല്ലിംഗ്ഹാം അടിച്ചത്. കാരണം എന്ന് പറയുമ്പം അത് സൈഡ് ബാറിൽ വിനീഷ്യസ് ജൂനിയർ എടുക്കുന്ന ബോൾ സൈഡ് ബാറിൽ തട്ടിയിട്ട് വരുന്നു. അത് ജൂഡ് ബെല്ലിംഗ്ഹാം അത് കറക്റ്റായിട്ട് ആ പൊസിഷൻ ചെയ്യുന്നു, അങ്ങനെ ഗോള് സ്കോർ ചെയ്യുന്നു. അപ്പം റയലിനെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു റിസൾട്ടാണ്, നല്ലൊരു ബൂസ്റ്റാണ്. അപ്പം ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ റയൽ എന്ന് പറയുമ്പോൾ ഓൾവേസ് ദെയർ. അവർ ഇപ്പം 15ാമത്തെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല റയൽ വന്ന് ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്ന്. അപ്പം ഷാബി അലോൺസോയോട് ആ അത്ലറ്റിക്കോയോട് 5-2 തോറ്റതിന് ശേഷം ഷാബി അലോൺസോ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇച്ചിരി ഡീപ്പായിട്ട് കളിക്കേണ്ടടുത്ത് ഡീപ്പായിട്ട് കളിക്കുക, ഇപ്പോൾ അറ്റാക്ക് ചെയ്യേണ്ടടുത്ത് അറ്റാക്ക് ചെയ്യുക. ഇപ്പോൾ ഈ യൂഷ്വലി ആർട്ടേറ്റയൊക്കെ ചെയ്യുന്ന ഒരു ടാക്ടിക്സാണ് ഷാബി അലോൺസോ അവിടെ ചെറുതായിട്ട് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഡിഫെൻഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ചാൻസ് അടിക്കുക. കാരണം റയലിനെ സംബന്ധിച്ചോളം റയലിനൊരു ഇഷ്ടംപോലെ പ്ലെയേഴ്സുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സുണ്ട്. ഇപ്പം നമ്മുടെ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എംബാപ്പെ, നമ്മുടെ ജൂഡ് ബെല്ലിംഗ്ഹാം, അതുപോലെ തന്നെ ബോക്സിൻ്റെ പുറത്തുനിന്ന് ഷോട്ട് എടുക്കാനാണെങ്കിൽ ഫെഡെ വാൽവർദെ. അപ്പോൾ അവിടെ ആ ഒരു സ്ക്വാഡെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്ക്വാഡാണ്. അപ്പം ഷാബി അലോൺസോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടീമിനെ ഒന്ന് ജെല്ലാക്കി എടുക്കുക, എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, എല്ലാവരും ഡിഫെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക. അപ്പം മിഡ്ഫീൽഡിലേക്കാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഇറങ്ങി വരുന്നു, എംബാപ്പെ ഡീപ്പായിട്ട് വന്ന് ബോൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാം നമുക്ക് ഇന്നലെ യുവൻറ്റസിൻ്റെ മത്സരത്തിൽ കാണാൻ പറ്റും. കാരണം അവർ ലോ ബ്ലോക്ക് ചെയ്യുമ്പം ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് ഇത് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ റയലിൻ്റെ കാര്യം പറയുമ്പോൾ യുവൻറ്റസിന് ചാൻസൊക്കെ ഉണ്ടായിരുന്നു. കോർട്ടുവ 300ാമത്തെ മത്സരമാണ് കോർട്ടുവ റയലിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അവസരം പുറത്തുനിന്ന് ഷോട്ട് എടുക്കുക. ഇപ്പം വെസ്റ്റൻ മക്കേനി ആണെങ്കിലും കോപ്പ് മൈനേഴ്സ് ആണെങ്കിലും നമ്മുടെ കെനാൻ എൽഡീസ് ആണെങ്കിലും എല്ലാവരും പുറത്തുനിന്ന് ഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ വ്ലാഹോവിച്ചിനൊരു നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു, ഇന്നലെ ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ അത് കോർട്ടുവ വളരെ മനോഹരമായിട്ട് അത് സേവ് ചെയ്യുന്നത് കണ്ടു. അപ്പം ഈ ഒത്തിരി പേര് ഈ റയലിനെ ഇപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഗോൾ അടിച്ചാൽ മതിയോ, ഇത് ഇത്രയും ബില്യൺ ടീമല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി പേര് ട്രോളെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള, ഒരു പുതിയ കോച്ച് അതിലേക്ക് ആ ടീമിനെ സെറ്റ് ചെയ്യുന്നു, ടീം റൊട്ടേറ്റ് ചെയ്ത് ടീം
റൊട്ടേറ്റ് ചെയ്ത് പുള്ളിക്ക് വേണ്ട പ്ലെയേഴ്സിനെ പുള്ളി അതുപോലെ അഡാപ്റ്റ് ചെയ്യിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു ടീം സെറ്റാകത്തുള്ളൂ. വൺസ് ഈ ടീം സെറ്റായി കഴിഞ്ഞാൽ ബയർ ലെവർക്യൂസനൊക്കെ അടിച്ച പോലെ 5-6 ഗോളൊക്കെ അടിക്കും. ആ ടീം പതുക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. എനിക്ക് ഉറപ്പാണ് ഷാബി അലോൺസോ ഇവിടെ വന്ന് ഹാൻസി ഫ്ലിക്ക് ഉണ്ടാക്കിയതിനേക്കാളും ഒരു ഇമ്പാക്റ്റ് ഷാബി അലോൺസോ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അത്ര നല്ല പ്ലെയേഴ്സും ഉണ്ട്, അത്രയും ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഷാബി അലോൺസോ ഒരു നല്ല ഇമ്പാക്റ്റ് ഈ സീസണിൽ ഉണ്ടാക്കും. അത് ചാമ്പ്യൻസ് ലീഗ് അടിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പുള്ളി ഒരു കോമ്പാക്റ്റ് ഡിഫൻസ് ഉണ്ടാക്കിയെടുക്കുന്നു, കോമ്പാക്റ്റ് മിഡ്ഫീൽഡ്. ഫ്രണ്ട് ത്രീയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. 3 പേരും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡാണ് എല്ലാവരും. എംബാപ്പെ ആണേലും വിനീഷ്യസ് ജൂനിയർ ആണേലും ഇപ്പോൾ അവിടെ അർദ ഗുളർ വരുന്നു. അർദ ഗുളറൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഒരു ഓസിൽ ടൈപ്പ് ഓഫ് ഫ്ലെയർ കാണിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഉള്ളപ്പോൾ ഷാബി അലോൺസോക്ക് ഇച്ചിരി കൂടെ ഈസിയാണ്. ഷാബി അലോൺസോ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊറാല് കൂട്ടുക, മെൻറ്റാലിറ്റി പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പം ഈ വിനീഷ്യസ് ജൂനിയറിനൊക്കെ ചില സമയത്തൊക്കെ ഇളകുന്ന സ്വഭാവമുണ്ട്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക എന്നുള്ള, അങ്ങനെ മൊറാല് കൂട്ടുക, മെൻറ്റാലിറ്റി നല്ലതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അത് ഷാബി അലോൺസോയ്ക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവൻറ്റസ് ഭയങ്കര ലോ ബ്ലോക്ക് കളിക്കുക, ലോങ് ബോൾ കിട്ടുന്ന കളിക്കുക. അവർ ബാക്കിൽ നിന്നൊക്കെ വളരെ കുറവാണ് അവർ കളിക്കുന്നത്. കാരണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് ബോക്സിൻ്റെ പുറത്തുനിന്ന് കിട്ടിയ ബോക്സിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഇവർക്ക് കിട്ടുന്ന ചാൻസ് എങ്ങനെയും സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുവൻറ്റസിനെ സംബന്ധിച്ചോളം. അപ്പോൾ അത് നമ്മുടെ വ്ലാഹോവിച്ചിന് ചാൻസ് കിട്ടുന്നു. അവസാനം 85ാമത്തെ മിനിറ്റ് ഒപ്പൻഡയ്ക്കൊരു ചാൻസ് കിട്ടുന്നു. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ റൗൾ അസൻസിയോ അത് ടാക്കിൾ ചെയ്യുന്നു, ഒരു സ്ലൈഡ് ടാക്കിൾ ചെയ്യുന്നു. അത് നല്ലൊരു ബ്ലോക്കായിരുന്നു റൗൾ അസൻസിയോ നടത്തിയത്. അല്ലെങ്കിൽ അത് ഷുവറായിട്ട് അത് ഗോളാണ്, 1-1 ആയാൻ. അപ്പം എല്ലാവരും നല്ല കോമ്പാക്റ്റായിട്ട് നല്ലൊരു ടീമായിട്ട് നമുക്ക് റയലിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം യുവൻറ്റസിനെ സംബന്ധിച്ചോളം യുവൻറ്റസ് കഴിഞ്ഞ മത്സരവും ഇറ്റാലി ലീഗിൽ തോറ്റിട്ടാണ് വന്നത്. അപ്പം അവർ എല്ലാ തവണയും ഒരു ഡിഫെൻസീവ്ലി കളിക്കുന്ന ഒരു രീതിയാണ് യുവൻറ്റസിനെ സംബന്ധിച്ചോളം. അപ്പം കഴിഞ്ഞ സീസൺ മുതൽ ഇഗോർ ട്യൂഡോറോ അങ്ങനെ എന്തോ ആണ് കോച്ചിൻ്റെ പേര്. അപ്പം പുള്ളി ഭയങ്കര ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇറ്റാലി ലീഗാണല്ലോ, ഇറ്റാലി ലീഗിൽ ഡിഫെൻസീവ്ലി കളിക്കുന്ന രീതിയാണ്. അപ്പം അവരുടെ കോച്ചിന് അറിയായിരുന്നു ഇപ്പോൾ ഈ നന്നായിട്ട് ഡീപ്പായിട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ റയൽ 3, 4, 5 ഗോൾ സ്കോർ ചെയ്യും എന്നുള്ള രീതി അറിയായിരുന്നു. അപ്പം റയലിനെ സംബന്ധിച്ചോളം അത്ര ഈസി മാച്ചല്ലായിരുന്നു. 28 ഷോട്ടുകൾ അടിച്ചു. കാര്യങ്ങളെല്ലാം റയലിന് പറ്റുന്ന രീതിയിലല്ല റയൽ കളിച്ചു. അപ്പോൾ ഈ വർഷം നമുക്ക് കണ്ടറിയാം ചാമ്പ്യൻസ് ലീഗ് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്പർ 16 വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പം എല്ലാ റയൽ ഫാൻസും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് അടിക്കും എന്ന് റയൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ടീമെല്ലാം സെറ്റാണ്, ടീമെല്ലാം ജെല്ലായി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.